പുനഃസംഘടനയിൽ തഴയപ്പെട്ട ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കുമായുള്ള ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദം തള്ളി കോൺഗ്രസ്. സഭയുടെ തീരുമാനം അനുസരിച്ചല്ല കോൺഗ്രസ് പുനഃസംഘടന നടക്കുകയെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതേസമയം ഓർത്തഡോക്സുകാരായി ചാപ്പ കുത്തുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇരു നേതാക്കൾക്കുമുണ്ട്. പാർട്ടിയിലെ വളർച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ നീക്കത്തെ തുടക്കത്തിലെ തടയാനാണ് ചാണ്ടി ഉമ്മന്റെ ശ്രമം. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അബിൻ വർക്കിക്ക് അവസരം നിഷേധിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ തുടരുന്നതിനിടയിൽ കെപിസിസി പുനഃസംഘടനയിൽ ചാണ്ടി ഉമ്മന് കൃത്യമായ ഒരു പരിഗണന ലഭിക്കാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. തുടർന്ന് രണ്ട് മെത്രാപ്പൊലീത്തമാരാണ് ഈ രണ്ടുപേരും, അതായത് ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയും സഭയുടെ മക്കളാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്ന തരത്തിൽ അവർക്കുള്ള പരിഗണന ലഭിക്കാതിരുന്നതിനുള്ള അമർഷം വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത്. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ വരുന്നത്. കെപിസിസി അധ്യക്ഷൻ ഇങ്ങനെ സഭയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല പാർട്ടിയുടെ പ്രവർത്തനമെന്ന് ഒരു വശത്ത് നിലപാട് പറയുമ്പോഴും ഇതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും എറണാകുളത്തും വലിയ സ്വാധീനമുള്ള ക്രൈസ്തവ സഭയാണ് ഓർത്തഡോക്സ് സഭ. അതുകൊണ്ട് തന്നെ അവരെ അത്തരത്തിൽ പ്രകോപിപ്പിച്ച് പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മഞ്ഞുരുക്കൽ ശ്രമങ്ങളുടെ ഭാഗമായി ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കും ദേശീയ തലത്തിൽ ഒരു പരിഗണന നൽകാനുള്ള കൂടിയാലോചനകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലിലൂടെ ചാണ്ടിയെയും അബിനെയും അനുനയിപ്പിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ വിഷയത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകളും കൂടിയാലോചനകളും സജീവമായി പുരോഗമിക്കുകയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പാർട്ടിക്ക് വഴങ്ങാതെ ജി സുധാകരൻ. കുട്ടനാട്ടിൽ നടക്കുന്ന VS അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിൽ സുധാകരൻ പങ്കെടുക്കില്ല. പരിപാടി അവർ നടത്തിക്കോളും, അവിടെ ആളുണ്ടല്ലോ എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. CPM ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി ക്ഷണിച്ച പരിപാടിയിൽ നിന്നാണ് സുധാകരൻ വിട്ടുനിൽക്കുന്നത്. താൻ ഉൾപ്പെടെ മുൻകാല കർഷക തൊഴിലാളി നേതാക്കളുടെ പേര് പോലും ഇല്ലാത്ത നോട്ടീസ് പുറത്തിറക്കിയതിനാലാണ് സുധാകരന്റെ അതൃപ്തി. ദീർഘകാല കുട്ടനാട് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയും കർഷക തൊഴിലാളി മാസികയുടെ എഡിറ്ററുമായിരുന്നു സുധാകരൻ. അതിനിടെ സുധാകരനെ കൂടെ നിർത്താൻ UDF ശ്രമം തുടങ്ങി. RSP മുൻ ജനറൽ സെക്രട്ടറി TJ ചന്ദ്രചൂഡന്റെ പേരിൽ നൽകി വരുന്ന അവാർഡ് ജി സുധാകരനാണ്. ഈ മാസം 31-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ അവാർഡ് വിതരണം ചെയ്യും. അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും രേഖകളും പിടിച്ചെടുത്ത പ്രത്യേക അന്വേഷണ സംഘം. തിരുവനന്തപുരം കാരേറ്റിലെ വീട്ടിലെ പരിശോധന 8 മണിക്കൂർ നീണ്ടു. മോഷണത്തിന് ഗൂഢാലോചന നടന്ന ബംഗളൂരുവിലടക്കം പ്രത്യേക അന്വേഷണ സംഘം വൈകാതെ തെളിവെടുപ്പ് നടത്തും. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരായ മുരാരി ബാബു, സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും. 2 ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമൂടിനടുത്തുള്ള വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾ നീണ്ട പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയത്. ഏതാണ്ട് 8 മണിക്കൂർ നീണ്ട ഈ പരിശോധനയ്ക്കിടയിൽ വിവിധ ഇടപാടുകളുടെ ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അതോടൊപ്പം സ്വർണവും ഉൾപ്പെടെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു പരിശോധന ഈ വീട്ടിൽ നടക്കാൻ സാധ്യത ഉണ്ട് എന്ന നേരത്തെയുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പല നിർണായക വിവരങ്ങളും നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ അവിടുന്ന് മാറ്റുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി പ്രത്യേക സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത്, ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് അപഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലാണ് എന്ന മൊഴി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബംഗളൂരുവിലേക്ക് വൈകാതെ തന്നെ തെളിവെടുപ്പിനായി പ്രത്യേക അന്വേഷണ സംഘം പോകും എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നിലവിൽ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ നിലവിലെ ജീവനക്കാരായ 2 പേർ, മുരാരി ബാബു അതോടൊപ്പം സുനിൽകുമാർ, ഈ 2 പേരെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. എന്തായാലും 14 ദിവസമാണ് പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതിനു മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദ്യം ചെയ്യലിലൂടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ട്, മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം.
PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. പദ്ധതിയിൽ ഉൾപ്പെടാൻ സന്നദ്ധത സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു. CPIയുടെ എതിർപ്പ് തള്ളിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും പിന്മാറില്ലെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കുട്ടികൾക്ക് ലഭിക്കുന്ന പണം എന്തിനു വേണ്ടെന്ന് വെക്കണമെന്നായിരുന്നു CPIയുടെ എതിർപ്പിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല. അത് ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തിന്റെ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രികയിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ ഊന്നി നിന്നുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി